അതായത് ആദ്യത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല, പക്ഷെ നിങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ്മെന്റിലായിരുന്നു. ഗേറ്റ് സ്കോറിനെ പറ്റി പറഞ്ഞു. ഈ 91.9 എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഗേറ്റ് സ്കോറൊന്നും അല്ല. നമ്മുടെ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ 91.9 ആണെങ്കിൽ പോലും എന്റെ ശരിക്കും പറഞ്ഞ സ്കോറൊക്കെ അത്രയാണ്, അതൊരു പെർസെന്റേജ് സ്കോർ ആയതുകൊണ്ട് മാത്രം അങ്ങനെ വരുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നല്ല മാർക്കാണ്. ഇപ്പൊ എന്റെ കൂട്ടത്തിൽ എഴുതിയവരെല്ലാം കുറച്ച് എഴുതിയത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ വന്നത്. നിങ്ങളിപ്പോ അടുത്ത തവണ എഴുതുമ്പോൾ നിങ്ങളുടെ ഭാഷയിൽ എല്ലാവരും മുഴുവൻ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും നല്ല ഒരു ഇത് വരണം. അത് ആ ബാച്ച് എന്റെ ഭാഗ്യത്തിനായിരിക്കും ചിലപ്പോൾ ബാക്കി എല്ലാവരും കുറച്ച് എഴുതി എല്ലാം 91.9 അങ്ങനെ. പിന്നെ വേറെ എനിക്കിപ്പോ എന്താ പറയാനുള്ളത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും അങ്ങനെ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേനും തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ ഒഴിവാക്കി വിട്ടാണ്. പിന്നെ കൺട്രോൾ സിസ്റ്റത്തിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇനി പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ എന്തെങ്കിലും ഇനി പറയാനായിട്ട് നിങ്ങളൊന്നും സൂചന തരും, ഞാൻ ബാക്കി ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം. ശരിക്കും ഞാൻ കുറെ നാളായി ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇത് എന്റെ 5ാമത്തെ വർഷമാണ് പഠിപ്പിച്ചു തുടങ്ങിയത്. പക്ഷെ ഞാൻ ഇങ്ങനെ എനിക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരേ ക്ലാസ്സിൽ തന്നെ കുറെ കാലം പഠിപ്പിച്ചുകൊണ്ട് കൂടുതൽ അങ്ങനെ ഒരുപാട് പിള്ളേരെ ഒന്നും കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ സീനിയർ ഇപ്പോഴത്തെ 2008 ബാച്ചുകാരെ അവരുടെ 3 മുതൽ 8 വരെ ഓരോ സബ്ജക്റ്റെങ്കിലും മാറി മാറി പഠിപ്പിച്ചു. പിന്നെ നിങ്ങളുടെ സീനിയേഴ്സ്, പക്ഷെ നിങ്ങളുടെ ജൂനിയേഴ്സിനെ ഒന്നും ഞാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല. അപ്പൊ ഈ കോളേജിൽ എന്നെ വളരെ ലിമിറ്റഡ് ആളുകൾ മാത്രമേ എന്നെ അറിയപ്പെടുന്നുള്ളൂ. അറിയപ്പെടാതെ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളെ പറയാനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നല്ലൊരു ഭാഷ. നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും തന്നെ പറഞ്ഞായിരുന്നു നല്ല ഭാഷയാണ്. ഈവൻ ഞാൻ നിങ്ങളെ ഫസ്റ്റ് ഇയർ പഠിപ്പിച്ചിട്ടൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ ടൈമിലൊക്കെ ഞാൻ വന്നിരുന്നായിരുന്നു. അപ്പൊ അത് തോന്നിയായിരുന്നു എല്ലാവർക്കും ഒക്കെ പ്ലേസ്മെന്റ് ഒക്കെ ആകും എന്നൊക്കെ വിചാരിച്ചിരുന്നാണ്. ഞാൻ ആ കാര്യങ്ങളൊന്നും ഓർത്ത് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. പ്ലേസ്മെന്റ് അല്ല, അതിലും നല്ല ഓഫറുകളായിരിക്കും നിങ്ങളെ നോക്കിയിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇപ്പൊ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഏറ്റവും ഇപ്പൊ എന്നെ പോലെ ഒരു സ്റ്റാഫ് എന്നെ പോലെ മീൻസ് ഒത്തിരി ചെറിയ പ്രായമുള്ള മനുഷ്യർ, വളരെ ചെറിയ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ നിങ്ങളിപ്പോ പലരും സെമിനാർ എടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നുന്ന നമ്മൾ പറയുന്നതൊക്കെ മറ്റുള്ളവർക്കും മനസ്സിലാവുന്നുള്ളൂ. എല്ലാവരും ചിലപ്പോൾ തലവലിക്ക് കേട്ടോണ്ടിരിക്കും, പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എന്തുമാത്രം പഠിച്ചെന്നുള്ളതല്ല, നമുക്ക് മറ്റൊരാളിലേക്ക് നമ്മൾ പഠിച്ച കാര്യം നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് വലിയൊരു കാര്യമായിട്ട്. എത്ര 90% മാർക്ക് ബിടെക്കിൽ മേടിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ ജസ്റ്റ് പാസ് ആയിട്ടുള്ള ഒരാൾക്കായിരിക്കും നല്ല രീതിയിൽ ഒരു ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ആവണമെന്നില്ല, അതൊരു ഇതെന്നേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവരെ മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് ഒരുപാട് അതൊരു പ്രത്യേക ഒരു കഴിവാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ്, ഞാൻ പറയണതൊക്കെ സത്യമാണെന്നാണോ എന്റെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു. നിങ്ങളൊരു ഡൗട്ട് ചോദിക്കുമ്പോഴൊക്കെയാണ് ഞാൻ ഇനി അങ്ങനെ തന്നെയാണോ അവ പറഞ്ഞത്, ഇനി ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയില്ല, എനിക്ക് വലിയ വിവരമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ശരിക്കും നിങ്ങൾ അതിന്റെ ലെവലിൽ മേളിലാണ് ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ കൂടുതൽ നന്നായിട്ട് ചിലപ്പോൾ മനസ്സിലാകുമ്പോൾ എന്തെങ്കിലും. പലപ്പോഴും എനിക്കൊരു പോസിറ്റീവ് മൈൻഡ് എനിക്ക് തന്നത് ജേക്കബാണ്. ജേക്കബ് എന്ത് ചോദിച്ചാലും ഒരു ഡൗട്ടൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നി തുടങ്ങിയത്. ഞാൻ പറയുന്നത് എന്താ, ചിലപ്പം നല്ല മനസ്സിലാവുന്ന രീതിയിലായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്താണെങ്കിലും എന്റെ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാകുന്നു. പിന്നെ ജേക്കബ് എന്ന് പറഞ്ഞല്ലോ, ജേക്കബ് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ഉദ്ദേശിച്ച
വിചാരിക്കുമ്പോൾ തന്നെയല്ല, നിങ്ങൾ എല്ലാവരും എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന കാര്യങ്ങളായില്ല ചിലപ്പോൾ നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുമ്പോൾ അത് വേറെ രീതിയിലാക്കി ആയി വരാനുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു അത്. അപ്പൊ അതുപോലെ എല്ലാവരും അപ്പൊ അതാണ് ഒരു കുഴപ്പമുണ്ടായിരുന്നത്. എന്താണേലും എല്ലാവരും നല്ല രീതിയിലൊക്കെ ഞാൻ ഭയങ്കര നല്ല ഒരു സന്തോഷകരമായ ഒരു അറ്റ്മോസ്ഫിയറിൽ ജോലി ചെയ്തു എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ഞാൻ ആ രീതിയിലൊക്കെയുള്ള ധാരണകളാണ്. പിന്നെ ഇനി ഞാൻ നിങ്ങളുടെ അടുത്തായിട്ട് വരുന്നത്, നിങ്ങളിപ്പം ഒരു ഭംഗിവാക്കാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു, നിങ്ങൾക്ക് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ പേരിൽ എന്തെങ്കിലും തിരിച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളായിട്ട് ശരിക്കും ഈ എംടെക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ബിടെക് പോലെ ഒന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടഫാണ്. പിന്നെ ആരും അങ്ങനെ പഠിപ്പിച്ചു നോക്കൊന്നും വരത്തില്ല പലപ്പോഴും. പിന്നെ നമുക്ക് തന്നെ പഠിച്ചെടുക്കാവുന്നതിനും നമ്മൾ തന്നെ പഠിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ചിലപ്പോൾ നല്ല കോളേജ് തമിഴ്നാട്ടിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമ്മൾ ഈ ബിടെക് പോലെ തന്നെ പഠിച്ചിറങ്ങാം. അതുപോലെ പ്രോജക്റ്റും ഒക്കെ മേടിക്കാനും കിട്ടും. പക്ഷെ അതല്ല, നമ്മൾ എംടെക് ചെയ്തെന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിൽ നിങ്ങൾ ഇനി ഗേറ്റ് എഴുതി നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്താണേലും, അതല്ലെങ്കിൽ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്താണേലും മിനിമം NIT-കളെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യണം. കാരണം ഇപ്പോഴൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും ചിലപ്പോൾ പഠിക്കാൻ പറ്റുമെന്ന് വരില്ല. അപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത കോളേജ് ഏതാ, ഏറ്റവും മിനിമം എഫർട്ടിൽ നമ്മുടെ പരിപാടിയൊക്കെ തീരുന്നത് ഏതാന്ന് എന്നെ പോലെ ആലോചിച്ചോണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ഷോർട്ട് എന്റെ വീടിന്റെ അടുത്തുള്ള കോളേജിലേക്ക് തന്നെ ഞാൻ പോയത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പഠിച്ചിറങ്ങി ഉടനെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണേലും നല്ല കോളേജുകളിലേക്ക് നോക്കണം. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള അതിസീമമായ സഹായ സഹകരണങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നത് പറഞ്ഞാൽ, നന്ദി എന്നൊരു വാക്കില് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനും നിങ്ങളും തമ്മിലൊരു വലിയൊരു സ്പ്ലിറ്റ് ആണ്. ഇന്ന് ആരും നന്ദി വാക്കുകളൊന്നും ഒരിക്കലും പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എന്താണേലും വളരെ സന്തോഷം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം എന്റെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ലാത്ത ഒരു ഫീൽഡ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ബിടെക് കഴിഞ്ഞ് എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്ര ഒരു പ്ലേസ്മെന്റ് ഒന്നും ആകാതിരുന്ന ഒരു സമയത്താണ് ഞാൻ ബിടെക് കഴിഞ്ഞ്. അപ്പൊ ആ സമയത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ടീച്ചിങ്ങിനെ എടുത്തത്. അന്നുപോലെ എന്റെ മനസ്സിൽ തോന്നിയൊരിത്, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഇങ്ങനെ എന്നും സാർമാരൊക്കെ തല്ലും. അതിപ്പോ ഏറ്റവും ഇതായിട്ട് ഞാൻ ഓർക്കുന്നത്, എനിക്ക് ഇന്ത്യ ക്ലാസ്സിൽ കേട്ടെഴുത്ത് എന്ന് പറഞ്ഞൊരു ഇന്ത്യ എന്ന് പറഞ്ഞൊരു വേർഡല്ലേ, ഇന്ത്യ ആ ഇന്ത്യ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇന്ത്യ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് സാർ എന്നെ ഒത്തിരി തല്ലി ഇന്ത്യ. അപ്പൊ അന്ന് ഞാൻ ഓർത്ത എനിക്ക് ഈ സ്കൂളിൽ തന്നെ ഇതുപോലെ 1ാം ക്ലാസ്സിൽ ഒന്ന് പഠിപ്പിച്ച് പിള്ളേരെയൊക്കെ ഒന്ന് എനിക്ക് തല്ലിയാ കൊള്ളാതെ. പിന്നെ അതെങ്ങനെ വലുതായി. പക്ഷെ എനിക്ക് പിന്നെ ഒരു സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങി ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് പലപ്പോഴും എനിക്ക് ക്ലാസ്സിൽ എനിക്കൊന്ന് ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്ന് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി കുറവലങ്ങാട് ദേവമാതായി കോളേജിൽ പോയപ്പോൾ എനിക്ക് അവിടുത്തെ ഫിസിക്സിൽ പഠിപ്പിക്കണമെന്ന് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് കോതമംഗലത്ത് പോയപ്പോൾ ഇവിടെ ആകുമെന്നൊന്നും എനിക്കറിയില്ല. എന്താണേലും എനിക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം അങ്ങനെ പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. ഞാൻ എത്രത്തോളം എന്റെ ഫീൽഡിൽ വിജയിച്ചു എന്നൊന്നും എനിക്കറിയില്ല. എന്താണേലും തിരിച്ചു വന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പോ ഇപ്പൊ കുറെ നാളുകളായിട്ട് കുറെ പിള്ളേരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ഏറ്റവും അടുത്തടുത്തേക്കെങ്കിലും പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാതാവിനും പിതാവിനും പിന്നെ ഗുരു എന്ന് പറയുമ്പോൾ ഞാനും ആ സെറ്റിൽ പെടുന്നതാണല്ലോ. അപ്പൊ എനിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ എന്താണേലും വളരെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഞാൻ ലാസ്റ്റ് അവർ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 15 മിനിറ്റ് വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ടോപ്പിക് ഫേസ് പ്ലെയിൻ മെത്തേഡ്. ഒരു ചെലവ് തന്ന് ഞാൻ ഒരിക്കലും നിങ്ങളെ എന്നിൽ നിന്ന് ചെലവിന്റെ പേരിൽ ചെലവ് ചെയ്യുന്ന നിസ്സാരം ഒരു ലഡു അല്ലെങ്കിൽ ഒരു മുട്ടായി ഒക്കെ അല്ല.